പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലെ അങ്ങനെയൊന്നും വരയ്ക്കുന്ന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കോളേജിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ റെക്കോർഡും കാര്യങ്ങളും ബോട്ടണി ആയതുകൊണ്ട് തന്നെ ബോട്ടണി സുവോളജിയും റെക്കോർഡും ഒക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ അന്ന് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒക്കെ വീട്ടിൽ നിന്ന് ഓരോന്ന് വരയ്ക്കാനും എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഫേസ്ബുക്ക് അതിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ കൊള്ളാമല്ലോ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വരയ്ക്കണം. ഓരോ കമന്റ് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും വരയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. അങ്ങനെ എനിക്ക് ആർട്ട് എന്ന രീതിയിൽ എനിക്കൊരു ഗുരുവിനെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഇപ്പോഴും എനിക്ക് സാധ്യമായിരിക്കുകയാണ്. അതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ കരുതുകയാണ്. സാറ് ഓരോ കാര്യങ്ങളും ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ നമുക്ക് തരുമ്പോൾ അത് ശരിക്കും ഇപ്പൊ എനിക്ക് ലൈഫിലേക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്. ഇപ്പൊ ക്ലാസ്സിൽ പോയി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പോലും സാറ് ഒരു പോഡ്കാസ്റ്റ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അതിൽ ലാസ്റ്റ് സാർ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. വാൻഗോഷിന്റെ ഒരു ദസയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ശരിക്കും അത് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോൾ, സാധാരണ ഞാൻ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലീഡർ വന്ന് തോട്ട് രാവിലെ ബോർഡിൽ മുകളിൽ എഴുതിയിടാൻ അന്ന് ആ കുട്ടി വന്നിട്ട് എൻ്റെ ഈ ദൈവം ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ആ കുട്ടി പറഞ്ഞെന്ന് വെച്ചാൽ, ടീച്ചർ ഞാൻ തോട്ട് നോക്കിയിട്ടില്ല ടീച്ചർ, ഒരു വേർഡിങ് എന്തെങ്കിലും കോട്ട് പറഞ്ഞു തരാമോ, ഞാനൊന്ന് എഴുതിയിടട്ടെ. അപ്പം ഞാൻ അന്ന് പറഞ്ഞു, സാറ് പറഞ്ഞു അന്ന് എനിക്ക് ചെവിയിൽ അന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട ഐ എം സീക്കിങ്, ഐ എം സ്ട്രൈവിങ്, ഐ എം വിത്തിൻ ഓൾ മൈ ഹാർട്ട് എന്നൊക്കെയുള്ള ആ വേർഡ്സ് എൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ആ കുട്ടിയുടെ പറഞ്ഞ് എഴുതിയിട്ട് അന്ന് കുറച്ചു നേരം ഒരു 10 മിനിറ്റോളം എനിക്ക് ക്ലാസ്സിൽ ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എനിക്കൊരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഈ ഗുരുവിൻ്റെ നിന്ന് കിട്ടിയ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഒന്നും ആർട്ടിൻ്റെ പടികൾ കയറാൻ പോലും പറ്റാതിരുന്ന എനിക്ക് അത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കയറി വരിക എന്നുള്ളൊരു ഫീലിംഗ് ഇപ്പോൾ എനിക്കുണ്ട്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി വെൽനസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ശ്രീദേവി മാം ഉണ്ട്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഹോൾ ഓഫ് ഫെയിം റിവാർഡായിട്ടുള്ള കോൺഫിഡൻസ് അച്ചീവർ റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് മാം നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് മാമിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ, എവിടെ നിന്നാണ് ആർട്ട് വരച്ചു തുടങ്ങിയ ഒക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമസ്കാരം സാർ, ഞാൻ ശ്രീദേവി, ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാനിവിടെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഒരു +1 +2 കുട്ടികൾക്ക് ബോട്ടണി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലെ അങ്ങനെയൊന്നും വരയ്ക്കുന്ന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കോളേജിലൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ റെക്കോർഡും കാര്യങ്ങളും ബോട്ടണി ആയതുകൊണ്ട് തന്നെ ബോട്ടണി സുവോളജിയും റെക്കോർഡും ഒക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ അന്ന് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഫ്രണ്ട്സും ഒക്കെ കൊള്ളാം നല്ലതാണ്. എൻ്റെ റെക്കോർഡ് ഇപ്പോഴും ഞാൻ ഇവാനിസ് കോളേജിലാണ് പഠിച്ചത്, ഡിഗ്രി ബോട്ടണി. എന്റെ റെക്കോർഡ് അന്ന് അവിടെ നമ്മുടെ ടീച്ചർ ത്രേസ്യാം ടീച്ചർ മേടിച്ചു വെച്ചിരിക്കുന്ന ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഞാൻ പോയി എടുത്ത് തിരിച്ച് വാങ്ങിച്ചിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് ശരിക്കും ഞാൻ പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അന്ന്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ, ആർട്ടിസ്റ്റ് എന്നുള്ള പേര് പോലും എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഈ കൊറോണ ടൈമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ അടച്ച് ഇരിപ്പാണല്ലോ. ആ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്ന് വരയ്ക്കാനും എടുക്കാം. അന്നും മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ല. ചെറുതിലേ അല്ലെങ്കിൽ മോന് വാങ്ങിക്കുന്ന കുറച്ച് കളർ പെൻസിൽ അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പതുക്കെ വീട്ടിലിരുന്ന് ഓരോന്ന് വരയ്ക്കാനും എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഫേസ്ബുക്ക് അതിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ കൊള്ളാമല്ലോ നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല കമന്റ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വരയ്ക്കണം. ഓരോ കമന്റ് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും വരയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. അങ്ങനെ പതുക്കെ പുതിയ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ വലിയൊരു രീതിയിലൊന്നും അല്ല. എനിക്ക് അതിന്റെ മെത്തേഡും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. ശരിക്കും എനിക്ക് ആർട്ട് എന്ന രീതിയിൽ എനിക്കൊരു ഗുരുവിനെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഇപ്പോഴും എനിക്ക് സാധ്യമായിരിക്കുകയാണ്. അതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ കരുതുകയാണ്. സാറ് ഓരോ കാര്യങ്ങളും ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ നമുക്ക് തരുമ്പോൾ അത് ശരിക്കും ഇപ്പൊ എനിക്ക് ലൈഫിലേക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്. ഇപ്പൊ ക്ലാസ്സിൽ പോയി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പോലും
സാറ് ഒരു പോഡ്കാസ്റ്റ് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അതിൽ ലാസ്റ്റ് സാർ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. വാൻഗോഷിന്റെ ഒരു സെയിങ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ശരിക്കും അത് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പോൾ, സാധാരണ ഞാൻ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലീഡർ വന്ന് തോട്ട് രാവിലെ ബോർഡിൽ മുകളിൽ എഴുതിയിടാണ് അന്ന് കുട്ടി വന്നിട്ട് ഈ ദൈവം ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ആ കുട്ടി പറഞ്ഞെന്ന് വെച്ചാൽ, ടീച്ചർ ഞാൻ തോട്ട് നോക്കിയിട്ടില്ല ടീച്ചർ, ഒരു വേർഡിങ് എന്തെങ്കിലും കോട്ട് പറഞ്ഞു തരാമോ, ഞാനൊന്ന് എഴുതിയിടട്ടെ. അപ്പൊ ഞാൻ അന്ന് സാറ് പറഞ്ഞു അന്ന് എനിക്ക് ചെവിയിൽ അന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട ഐ എം സീക്കിംഗ്, ഐ എം സ്ട്രൈവിംഗ്, ഐ എം വിത്തിൻ ഓൾ മൈ ഹാർട്ട് എന്നൊക്കെയുള്ള ആ വേർഡ്സ് എന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ആ കുട്ടിയുടെ പറഞ്ഞ് എഴുതിയിട്ട് അന്ന് കുറച്ചു നേരം ഒരു 10 മിനിറ്റോളം എനിക്ക് ക്ലാസ്സിൽ ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് എനിക്കൊരു നല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഈ ഗുരുവിൻ്റെ നിന്ന് കിട്ടിയ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇതുപോലെ ഒരു അഡ്വർടൈസ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കണ്ടിട്ടാണ് ഞാൻ സാറിന്റെ ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ 2023 സെപ്റ്റംബറിലാണ് ഞാനിത് ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയാ, ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് മടിയാ. അതുപോലെ ഓൺലൈൻ സൺഡേസിന്റെ ക്ലാസ് വരുമ്പോൾ ആദ്യത്തെ കുറെ ക്ലാസ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ക്ലാസ് പോലും ഒരു സൺഡേയും ഞാൻ 8 o'clock മീറ്റിംഗ് ഒരിക്കൽ നമ്മൾ അവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ട്രെയിനിലായിരുന്നു കൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അല്ലാതെയുള്ള എല്ലാ മീറ്റിംഗും, ഈ അടുത്ത് വരുന്ന എല്ലാ മീറ്റിംഗും എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാനത് ഒന്നും മിസ്സാക്കാറില്ല. അതുപോലെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. കാരണം എന്റെ പ്രൊഡക്ടിവിറ്റി കൂടി ശരിക്കും. ഒന്നും ഇല്ലാതിരുന്ന ഞാൻ പതുക്കെ ആർട്ടിസ്റ്റ് എന്നുള്ള പടവുകൾ പതുക്കെ സ്റ്റെപ്പ് ഓരോന്നായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും എനിക്ക് ഉയരങ്ങളിൽ എത്താനായിട്ട് പറ്റും എന്നുള്ള വലിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു വർഷമായിട്ടും ഇതുവരെ ഞാൻ ഈ സാറിന്റെ 1-to-1 മീറ്റിംഗിലേക്ക് ഞാൻ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് എനിക്ക് ഈ ഒരു മീറ്റിങ്ങോട് കൂടി, അതായത് 27th നമുക്ക് നടന്ന ആ ഒരു മീറ്റിങ്ങോട് കൂടി എന്റെ വന്ന ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാനിപ്പോ ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് അല്ലെങ്കിൽ സാറിനെ ഫേസ് ചെയ്യും, എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഞാൻ കോൺഫിഡൻസ് അച്ചീവർ ആണോ ഇപ്പൊ? പക്ഷെ എനിക്ക് ആ കോൺഫിഡൻസ് അച്ചീവർ ആണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ നേരത്തെ വെക്കുന്ന ഷെയ്ഡിംഗ് ഒന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ശരിക്കും എന്താണ് ഷെയ്ഡിംഗ് എന്നോ അല്ലെങ്കിൽ ലൈറ്റ് ആൻഡ് ഷാഡോ, അതൊക്കെ ശരിക്കും ഓരോ ദിവസവും ഞാൻ പഠിച്ചു വരികയായിരുന്നു. നമ്മുടെ ഈ ആദ്യത്തെ ചലഞ്ചിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഈ രണ്ടാമത്തെ വന്ന ചലഞ്ചിലാണ് ഞാൻ 21 ഡേ ചലഞ്ചിലാണ് പങ്കെടുത്തത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഓരോ ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലീഡർ അനൂപ. അപ്പം 10 മണി കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വരയ്ക്കാനൊക്കെ തുടങ്ങുന്നത്. വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വരയ്ക്കാൻ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഞാൻ 11 മണിയാകുമ്പോഴും ഞാൻ എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴും വീണ്ടും അനൂപ് ഇങ്ങനെ ഗ്രൂപ്പിലിടും, ഇത് ഇനിയും ചെയ്യാനുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. പിന്നെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും എപ്പോഴാണ് വീഡിയോ വരുന്നത്. ചിലപ്പോൾ ഞാൻ രാത്രി സാർ എനിക്ക് തോന്നുന്നു 12 മണിയൊക്കെ ആകുമ്പോൾ പുതിയ വീഡിയോ പിറ്റേ ദിവസത്തെ ഇടാറുണ്ട്. ചില സമയത്ത് ഞാൻ രാത്രി 12 മണി 12:30 വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ള പ്രാക്ടീസ് പിറ്റേ ദിവസം ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഓരോ ദിവസം എന്താണെന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക്, ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് എന്ന് പറയുമ്പം ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ ഒന്നേ ഉണ്ടാവത്തുള്ളൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ സാറ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ആർട്ട് വർക്ക് തന്നു കഴിഞ്ഞപ്പോൾ അത് ആദ്യം ഞാൻ ബോട്ടണി സബ്ജക്റ്റ് ആയതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ അതിനിടയ്ക്കാണ് ഒരു ടൈഗർ, ഇവിടെ തന്നെ ഉണ്ട്, സാറിന് കാണാം, ഈ ടൈഗറിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗ്രൂപ്പിലേക്ക് സജഷൻ കൊടുത്ത് എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാവോ, എനിക്ക് ഏത് പിക്ചർ. അപ്പോൾ നമ്മുടെ ലീഡർ തന്നെ പറഞ്ഞു ഇത് ബെറ്റർ ആയിരിക്കും, ബാക്കിയുള്ളതിനേക്കാളും ഞാൻ സെലക്ട് ചെയ്ത പിക്ചറിൽ ഇതാണ് ബെറ്റർ ആയിട്ട് ആദ്യത്തിന് ഫീൽ ചെയ്ത്. അപ്പോൾ അത് പറ്റുമെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്യുമ്പോഴും ഈ 30 ദിവസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ ഈ ഹെയർ ഒക്കെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നോ, ഇന്റനിങ് മെത്തേഡ് നമ്മളെ ക്ലാസ്സിൽ അതെല്ലാം പഠിച്ചു വരുന്നുണ്ട്. ചെറുതായിട്ട്
ചെറുതായിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യും. പക്ഷെ എന്നാലും ഈ ഒരു മാസ്റ്റർ പീസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് സർ. അപ്പോ ഒന്നും ആർട്ടിന്റെ പടികൾ കയറാൻ പോലും പറ്റാതിരുന്ന എനിക്ക് അത് ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കയറി കയറി വരിക എന്നുള്ളൊരു ഫീലിംഗ് ഇപ്പൊ എനിക്കുണ്ട്. ആ ചിത്രം ഒന്ന് കയ്യിൽ ഇതുപോലെ കാണിച്ചോ ക്ലോസ് ആയിട്ട്. വാവ്, നൈസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഒരു പിക്ചർ എനിക്ക് വരയ്ക്കാൻ പറ്റിയ ലൈഫിൽ വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പം നേരത്തെയൊക്കെ എന്നെ കൊണ്ട് പെട്ടെന്ന് വരച്ച് തീർക്കാൻ പറ്റുന്ന പിക്ചേഴ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച് എഫേർട്ട് എടുത്ത് ഓരോന്ന് ഇതിൽ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ എല്ലാം ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫൈനലിലേക്ക് വരും. അപ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോഴും പുതിയ 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 കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി. ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി. അപ്പം എനിക്ക് തോന്നുന്നു ഇനി ഒന്നും കൂടെ വരയ്ക്കാകുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം തീർച്ചയായിട്ടും എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ 2 ചോദ്യങ്ങൾ എന്ത് ചോദിച്ചോട്ടെ. ആ, ഒന്ന്, yes sir. കുറേ കാലഘട്ടം തന്നെ വരച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മുടെ കോഴ്സിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ വരച്ച് പഠിക്കാൻ ശ്രമിച്ച സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു നേരിട്ടെ? ആൻഡ് കോഴ്സിലോട്ട് വന്നതിന് ശേഷം നമുക്ക് ടോട്ടലി എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് പറയാമോ? ഈ 7 എലമെന്റ്സ് ഓഫ് ആർട്ട് എന്തെന്നോ അങ്ങനെ ഒരു കാര്യവും അറിയില്ല. ഇപ്പം സാറ് 7 എലമെന്റ്സ് ഓഫ് ആർട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ശരിക്കും ഒരു പിക്ചർ എന്ന് പറയുന്നത് ഈ 7 എലമെന്റ് ഓഫ് ആർട്ടിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായത്, തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ 7 എലമെന്റ്സ് ഓഫ് ആർട്ടിനെ കുറിച്ച് എനിക്ക് നേരത്തെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഷെയ്ഡ്സ് ഒരു ഓവറോൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നത്. അപ്പം ശരിയാവുന്ന വരത്തില്ല, ഷേപ്പ് ശരിയാകത്തില്ല, വാല്യൂസ് എന്താണെന്ന് അറിയത്തില്ല, സ്പേസ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ നമ്മുടെ തൃപ്തിക്ക് അത് വരച്ചു തന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ വരയ്ക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് ഒന്നും അല്ലായിരുന്നു. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ് സാറിന്റെ ഈ ക്ലാസ്സിലേക്ക് ചേർന്നപ്പോൾ സംഭവിച്ചെന്ന് പറയുന്നത്. ഞാൻ മാം വരച്ച ചിത്രങ്ങളൊന്ന് ഗ്രൂപ്പിൽ കയറിയിട്ട് നോക്കാട്ടോ. സൂപ്പർ. കോഴ്സ് കംപ്ലീറ്റ് ആയോ A to Z? സർ ഇന്ന് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. ഉം. ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ 29th ചാപ്റ്റർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉം. ഗുഡ്. കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് പെയിന്റിംഗ് ഒക്കെ ചെയ്യായിരുന്നു അല്ലേ? പെയിന്റിങ്ങും അടുത്ത കാലം കൊറോണ ആ ടൈം തോന്നലാണ് സാർ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ. കോഴ്സിൽ വന്നതിന് ശേഷം പെയിന്റിംഗ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഉം. അത് ആ ഒരു ഇഫക്റ്റ് അതിനകത്ത് കാണാനുണ്ട് സാർ. അത് ഷെയ്ഡിങ് ഒക്കെ വരുമ്പോൾ ലൈറ്റും അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോഴും കുറച്ച് ട്രൈ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് നേരം മുമ്പേ ഒരു എൻക്വയറി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി എൻക്വയറി വരുന്ന സമയത്ത് ഞാൻ ആദ്യം കോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ പെൻസിൽ ഡ്രോയിങ് കോഴ്സാണ്. അതിൻ്റെ റീസൺ എന്തായിരിക്കും എന്ന് അറിയാമല്ലോ. കാരണം ബേസിക്സ് പഠിച്ചിട്ട് ബേസിക്. പിന്നെ പെയിന്റിങ്ങിലേക്ക് വരുമ്പോഴാണ് റിസൾട്ട് കിട്ടുക. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നേരിട്ട് പെയിന്റിങ് പഠിക്കണം, ബേസിക്സ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത്, അതായത് പെയിന്റിങ് മാത്രം പഠിച്ചാൽ മതി, എനിക്ക് ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ് ഒന്നും പഠിക്കണ്ട എന്ന് പറയുന്നവരുടെ അടുത്ത്. ഇപ്പൊ പെയിന്റിംഗ് ആണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എക്സാക്ട് അതല്ല എങ്കിലും ഏകദേശം നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ബേസിക് അറിയാമെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ പെയിന്റിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. 7 എലമെന്റ്സ് ഓഫ് ആർട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ അതിനെ കുറിച്ച് അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പെയിന്റിങ്ങിൽ അതിന്റെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും പെൻസിൽ ഡ്രോയിങ് തന്നെയാണ് ആദ്യം പഠിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നെക്സ്റ്റ് ഒരു 1 ഇയർ ഗോൾ എന്താ ആർട്ടിൽ?
ഞാൻ ഈ ഇതിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ സാർ അന്നും ഒരു ഗോൾ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 ഇയർ കൊണ്ട് നമ്മളൊരു മീറ്റിംഗിൽ ഉം. ഓൺലൈൻ ക്ലാസ്സിൽ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു വെച്ചാൽ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം അതിനൊരു കാരണമുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് വെനസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ആർട്സ് ക്ലബിന്റെ ഇനോഗ്രേഷൻ അവരുടെ ഭാഗമായിട്ട് അവിടെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തു. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ബോട്ടണി സുവോളജി ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ വരയ്ക്കുന്ന കുട്ടികളെ വന്ന് കണ്ടിട്ട് അവർ എന്തെങ്കിലും പെയിന്റിങ്സ് ഉണ്ടോ ഡ്രോയിങ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് നമ്മൾ നന്നായിട്ട് ഞാൻ വരച്ചിരുന്നില്ല. പക്ഷെ ഞാനൊരു ഒരാഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് ഒരു റെഡിയാക്കി 2-3 വാട്ടർ കളർ പെയിന്റിങ് അതെനിക്ക് നേരെ ഒന്നും അറിയത്തില്ല, ഞാൻ നോക്കി വരച്ചതെന്നുള്ളൂ. അപ്പൊ അത് ഞാൻ വെച്ചു. പക്ഷെ വച്ച സമയത്ത് അവിടെ അവിടെ എന്തൊക്കെയോ കോളേജിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ ഒരു എക്സിബിഷൻ നടക്കാതെ പോയി. പക്ഷെ നമ്മുടെ പെയിന്റിങ്സ് കൊടുത്തതെല്ലാം 1-2 ദിവസം ആ ഹാളിൽ ഇരുന്നിട്ട് വെറുതെ ആരും കാണാതെ പോയ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എനിക്ക് അന്ന് ഒരു ആഗ്രഹമായിരുന്നു, ഒരു എക്സിബിഷൻ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയതും. ഞാൻ സാറിന് ചോദിച്ചപ്പോൾ ഗോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ 1 വർഷത്തിനുള്ളിൽ എനിക്കൊരു എക്സിബിഷൻ പങ്കെടുക്കാം, ഗ്രൂപ്പായിട്ടായിരുന്നാലും ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാം. അപ്പൊ അത് റീസെന്റ് ആയിട്ട് എനിക്ക് ഒരു ആഗ്രഹം നടന്നിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ മാസമായിരുന്നു ഞാൻ സാറിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സോളോ എക്സിബിഷൻ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് പെയിന്റിങ്സും കാര്യം, അതുപോലെ പോർട്രേറ്റ് വരയ്ക്കുന്ന ഞാൻ അത്ര മെച്ചപ്പെട്ടിട്ടില്ല. എനിക്ക് ഷേപ്പ് ഒക്കെ വളരെ അത് ഇപ്പൊ സാറിന്റെ ക്ലാസ് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ, A to Z പെൻസിൽ ഡ്രോയിങ്ങിന്റെ. അപ്പൊ ലാസ്റ്റ് അതിനകത്തൊരു നമുക്കൊരു ഗിഫ്റ്റ് പോലെ ഒരു ക്ലാസ് ലാസ്റ്റ് 31 ചാപ്റ്റർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പോർട്രേറ്റിനെ കുറിച്ചും എങ്ങനെയായിരിക്കണം അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇന്ന് ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത് പറയണമെന്ന് തോന്നി സാറിന്റെ അടുത്ത്. നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. എനിക്ക് ഷേപ്പ് ഞാൻ വരയ്ക്കുമ്പോഴൊക്കെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ നേരെ വരത്തുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ മെച്ചപ്പെടുത്തി നല്ല പോർട്രേറ്റ്സുകൾ വരയ്ക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇസിപ്പോ ഒരു കാര്യം ചെയ്തോ, നെക്സ്റ്റ് നമുക്ക് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യാം. യെസ് സർ. അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ പോർട്രേറ്റ്സിന്റെ കുറേ മെത്തേഡ് കുറച്ചും കൂടി ഓൾറെഡി A to Z ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഡെപ്തിൽ പോകുന്ന കുറേ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് പോർട്രേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അത് ആ കോഴ്സിലൂടെ പഠിക്കാൻ പറ്റും. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യുന്ന ഒരു മാസ്റ്റർ പീസ് പോർട്രേറ്റ് സബ്ജക്റ്റ് എടുത്തോളൂ. നമുക്ക് നല്ല യെസ്, രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ആ ഒരു ടൈഗറിന് വരച്ചില്ലേ, അതിൻ്റെ അകത്ത് ഉള്ളത് തന്നെ 7 എലമെന്റ്സ് തന്നെയുള്ളൂ പോർട്രേറ്റിലും. പക്ഷേ പോർട്രേറ്റിൽ വരുന്ന സമയത്ത് അത് നോൺ ഫോർ ഗിവിങ് സബ്ജക്റ്റാ. ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഫേസ് മാറിപ്പോകും. അപ്പോൾ കുറച്ച് മെഷർമെന്റിലും ഒബ്സർവേഷനിലും കുറച്ച് ടെക്നിക്കും കൂടി പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ ബെറ്റർ ആവും. സാർ ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ക്ലാസ്സിൽ ഷെയ്ഡിങ്ങിന്റെ അത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് എൻ്റെ മോന്റെ ഒരു പിക്ചർ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. നന്നായി. അപ്പോ അത് കണ്ടപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. അത് അതുപോലെ ഏകദേശമൊക്കെ അതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനേക്കാളും പക്ഷെ ഷെയ്ഡിങ് ഒന്നും ഒരുപാടൊന്നും വന്നിട്ടില്ല. അതിനകത്ത് കൂടുതലും വൈറ്റ് പോർഷൻ ആണ് കൂടുതലും വന്നേക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി നല്ല രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും കണ്ടിന്യൂ ചെയ്തോ. എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാനുണ്ടോ? ഈ ഷേപ്പ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാനിന്ന് കുറച്ച് ക്ലാസ് അത് ലാസ്റ്റ് 31 ചാപ്റ്റർ അത് വന്നപ്പോൾ കുറെ ഡൗട്ട്സ് എഴുതി വെച്ചിരുന്നു. അതിപ്പം അതിനകത്ത് ക്ലിയർ ചെയ്ത് പോയി. ഈ ഷേപ്സ് ഒക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ലൂമിസ് മെത്തേഡ് ഒക്കെ അപ്ലൈ ഏത് മെത്തേഡാണ് നല്ലത്, അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ക്ലാസ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയി. അതൊക്കെ കേട്ട് നമുക്ക് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിന്റെ അകത്ത് മൾട്ടിപ്പിൾ പോർട്രേറ്റ് സ്കെച്ചിങ് മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് ലൂമിസ്. സിലൗട്ട് മെത്തേഡ് ഉണ്ട്, കുറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി പഠിക്കും. എന്തായാലും അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് എന്തായാലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോ, ഇനി ടൈം കളയണ്ട. ഓക്കെ. പിന്നെ ഇപ്പൊ ടൈം ടേബിൾ ഒക്കെ വന്നതോടുകൂടി നേരത്തെ ഭയങ്കര മടി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു റീസൺ. ഒന്നും സമയം കിട്ടുന്നില്ല. പക്ഷെ ഒരു റെഗുലർ ആയിട്ട് ഞാനൊരു 9:30 മുതലാണ് എല്ലാ പണി എല്ലാവരുടെയും സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം 9:30 മുതലാണ് ഞാൻ ആർട്ടിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അപ്പൊ എനിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസും കൂടെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ഞാൻ ഇനി വരുന്ന വീക്കിലി മീറ്റിംഗിൽ കൂടുതൽ ടോപ്പിക് പ്രസന്റേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ടോപ്പിക് ഒക്കെ റെക്കമെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ വീക്കിലി മീറ്റിംഗിൽ നേരിട്ട് ചോദിച്ചോളൂ. അപ്പം എനിക്ക് വരുന്ന ദിവസങ്ങൾ അത് ടോപ്പിക്കായിട്ട്, അത് ജസ്റ്റ് Q&A പോലെ അല്ലാതെ തന്നെ നല്ല ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ അത് ടോപ്പിക്കായിട്ട് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. എനിക്കൊന്നും 2 ദിവസം കൂടി എടുക്കും അത് കംപ്ലീറ്റ് ആവാനായിട്ട്. കുറച്ചും കൂടി ആ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. യെസ്, അപ്പോൾ വൈൻഡപ്പ് ചെയ്തോട്ടെ ഞാൻ. ഓക്കെ, താങ്ക് യു സർ. ഒരുപാട് സന്തോഷം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വീക്കിലി മീറ്റിംഗിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ.
താങ്ക് യു. താങ്ക് യു സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാ ഡ്രീംസും ഗോൾസും അടുത്ത എക്സിബിഷൻ കഴിഞ്ഞു ഇനി പോർട്രേറ്റ് വരയ്ക്കണം. അടുത്ത സോളോ എക്സിബിഷൻ ആണ്. എല്ലാം പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. മച്ച്. താങ്ക് യു.